ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ ബിരിയാണിയാണ്, സുർബിയാൻ ബിരിയാണി. അപ്പോൾ ഇതൊരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളായൊരു ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നാല് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഓണിയൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയിലൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഈ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയാണ് പിസ്ത. അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഈ ഒരു ബിരിയാണിക്ക് ഈ ഒരു സംഭവം മാത്രമാണ് മെയിൻ വേണ്ടുന്നത്. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. ഇനി അതുപോലെ തന്നെ ഞാനൊരു കപ്പ് ബാസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. വെള്ളം ഒഴിച്ചിട്ട് നോർമൽ വാട്ടറിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പം നമ്മൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പം നന്നായിട്ട് ഓയിലൊന്ന് ഡ്രൈൻ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ എടുത്താളയണം, അധികം കരിഞ്ഞു പോകരുത്. അപ്പം നമ്മൾ തീ ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നോർമലായിട്ട് ഇട്ടിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ തീ. ഇനി ബാക്കിയെല്ലാം കൂടി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ റൈസ് ഒന്ന് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെമ്പെടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 ഭാഗം വെള്ളം ഒഴിക്കുക. അതൊന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് വെള്ളത്തിലല്ല ഞാനിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാരണം കൂടുതൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കാരണം അരി തമ്മിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ബേ ലീഫ്, ഡ്രൈ ലെമൺ, പെപ്പർ, ഏലക്ക ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ സ്വതവേ ബിരിയാണിയിലൊക്കെ ഇടുന്ന ആ സംഭവങ്ങൾ തന്നെ ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരണം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 85% മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ വെന്ത് കിട്ടും. അരി പൊട്ടാത്ത രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അധികം നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോവും. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ആ ഓയിലിന് കുറച്ച് ഓയിൽ മാറ്റി വെക്കാം. നമുക്ക് ഇത്ര ഓയിൽ ആവശ്യമില്ല. ഞാൻ ഓയിൽ കുറച്ച് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും അളവൊന്ന് കൂട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. നിങ്ങൾക്ക് സ്കിന്നോട് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്കിന്നോട് എടുക്കാം. ഇനി ചിക്കൻ നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ച ഓയിലിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പം നമ്മൾ അരി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫുള്ളങ്ങ് വേവിക്കരുത്, അപ്പം പൊട്ടിപ്പോവും. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനിലോട്ടേക്ക് കുറച്ച് പെപ്പർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഞാൻ കാശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അറബിക് മസാല പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതുള്ളവരെ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പകുതി സവാള നമുക്കിപ്പോൾ എടുക്കാം.
അപ്പോൾ ബാക്കിയുള്ള സവാള നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഇതുപോലെ മുളക്, ഒരു 4-5 മുളക്, പച്ചമുളക്, ഒരു വലിയ ചുള വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചിയും, പിന്നെ 1 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്കൊന്ന് ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചെടുത്ത അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേറെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ബിരിയാണിക്ക്. നമ്മൾ കഴിക്കുന്ന ആ ഒരു ബിരിയാണി ടേസ്റ്റേ അല്ല. അപ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരപ്പും ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ളും ചിക്കനിലത്തേക്ക് അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്നത് വരെ അങ്ങനെ മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനും അരപ്പുമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുതിന ഉണ്ടെങ്കിൽ പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലൊരു മണമായിരുന്നു തുറന്നപ്പോൾ. വേറെ തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു കഴിക്കാനും. അപ്പം നമ്മൾ സാധാരണ തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിക്കുന്നതിലും വേറെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കൻ വേവുന്നത് വരെ വെക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം തക്കാളിയും ഒന്നും ഇല്ലാത്തൊരു മസാലയാണ്. ഇനി നമുക്കൊന്ന് ദം ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ഒരു ലെയറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പാലും മഞ്ഞളും കൂടിയും മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യാം, നെയ്യ്. കാരണം ആ ഒരു ബിരിയാണി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഗീ എന്തായാലും ആഡ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ചെയ്യുക. ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ സെക്കൻഡ് ലെയറും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഒരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമായില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണി. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ദം ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് എല്ലാവരും കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.